അദ്ദേഹത്തിൻ്റെ കൃതകൃത്യമായ നേതൃത്വം ഇന്നത്തെ അത്യന്തം ആപൽക്കരമായ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം നികത്തുക എളുപ്പമല്ല. അദ്ദേഹം CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിലക്ക് മാത്രമല്ല, ദേശീയ രംഗത്ത് അടുത്ത കാലത്തുണ്ടായ ഓരോ സംഭവവികാസങ്ങളിലും ഓരോ പദവിന്യാസങ്ങളിലും സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിലപ്പെട്ട സംഭാവനകളും നേതൃത്വവും അമൂല്യമായി സൂക്ഷിക്കപ്പെടുകയാണ്. ഇന്ന് കാണുന്ന ഒരു ദേശീയ സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. BJPക്കെതിരായി, വർഗീയതക്കെതിരായി, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു പുതിയ സമരമുഖത്തേക്ക് നീങ്ങാൻ സാധ്യമാകും എന്ന ഒരു ശുഭപ്രതീക്ഷ നൽകാൻ കഴിഞ്ഞത് സഖാവ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചരിത്രപ്രധാനമായ ഓരോ മുന്നേറ്റങ്ങളും തന്നെയാണ് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതും നേതൃത്വപരമായ പങ്കാളിത്തം, സംഘാടന സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അല്ലാതെയും സഖാവ് സീതാറാം യെച്ചൂരി നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം എന്താണ്. അദ്ദേഹം ഉണ്ടാകണമായിരുന്നു ഈ പോരാട്ടത്തിൻ്റെ പാതയിൽ. വിശ്വരഹിതമായ പോരാട്ടം നടത്തി ദേശീയതലത്തിൽ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞ നേതൃപരമായ പങ്കാളിത്തം വഹിച്ച സഖാവ് സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗത്തിന് എളുപ്പത്തിൽ അത് പരിഹരിക്കാൻ കഴിയില്ല. ആ പരിഹാര്യമായ നഷ്ടത്തിന് മുമ്പിൽ പ്രണമിക്കുക മാത്രമേ ചെയ്യാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ വിപ്ലവജ്വാലിയിൽ നിറ സാന്നിധ്യത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത എല്ലാ പോരാട്ടങ്ങളും അനശ്വതമായി തുടരുമെന്നൊരു പ്രതിജ്ഞ